ബൈ ബൈ. ഹലോ, അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വ്ളോഗിൽ ഒട്ടും വരാത്ത കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മൾ എൻ്റെ ഏറ്റവും ഇളയ മാമയുടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നേക്കണേ. ചെറുത് മുതൽ വലുത് വരെ എല്ലാവരും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു വീഡിയോ ഇതിനു മുമ്പൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ മൂന്നാമത്തെ മാമ. ആളുടെ പേര് അമീർ. നമ്മുടെ മന്തിയൊക്കെ വെച്ചില്ലേ ആ മാമ, മന്തി മാമ കേട്ടോ. ഞാനിത് ലൈവായിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച കാരണം കൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരും അതിലത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് ഞാനതിൽ സൗണ്ട് ഒന്നും ഇവരുടെ കൊടുക്കണില്ല. ഇതാണ് ഈ മാമയുടെ വൈഫ് കേട്ടോ. ആളുടെ പേര് നിഷിജ എന്നാണ്. ഇതാണ് എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ ഹാജറ. നമ്മൾ എത്തുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിക്കുന്ന ടൈം തന്നെ പോയിട്ടുണ്ടായിരുന്നു. വരണ വഴിക്ക് നമുക്ക് നല്ലൊരു മഴയൊക്കെ കിട്ടി കയറി നിന്നിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ മാമിയും ഫുഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുകയാണ്. ഇതാണ് എൻ്റെ ഇളയ മാമയുടെ ഭാര്യ. ആ മാമയുടെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ആളുടെ പേര്, നമ്മൾ വിളിക്കുന്ന പേര് ചിഞ്ചു എന്നാണ്. അപ്പം ഞാനൊന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഒറിജിനൽ പേര് അനീഷാണെന്നാണ് കേട്ടോ. ബിരിയാണി കഴിക്കണതിൻ്റെ ഇടയ്ക്ക് വെറുംചോറ് തിന്നുന്ന എൻ്റെ ചാച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഓരോ ഇയറും ഓരോ ഡിസിഷൻസ് എടുക്കും. കഴിഞ്ഞ ഇയർ ഇനി മുതൽ ഐസ്ക്രീം കഴിക്കൂല, ആ ഒരു ഇയർ ഐസ്ക്രീം കഴിക്കൂല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. ഇപ്രാവശ്യം എടുത്തേക്കുന്നത് ചിക്കൻ കഴിക്കൂല എന്നാണ്. അപ്പോൾ ആള് വെറുംചോറ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മാമ നമുക്കൊക്കെ വിളമ്പി തന്നു. ഉമ്മച്ചിയുണ്ട്, ഉമ്മയുടെ ഉമ്മയുണ്ട്, ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ആ ടൈമിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വീഡിയോസൊക്കെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ മാമ എന്നോട് ചോദിക്കുകയാണ്, ഈ ഇത് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വയറൊന്ന് ചുക്കി പിടിച്ചിരുന്നില്ലേ, ഇത് ഉള്ളിലേക്കാക്കി പിടിച്ചിരുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും കുഞ്ഞു മാമ. ഇതാണ് ഇളയ മാമ കേട്ടോ. ഞങ്ങളുടെ മാമാരിൽ ഏറ്റവും താഴെയുള്ള മാമ ഇതാണ്. എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക്, അതായത് ഉമ്മാക്ക് അങ്ങനെയൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എൻ്റെ ഉമ്മാക്ക് 4 ആങ്ങളാരാണുള്ളത്. അതിലേറ്റവും ഇളയ ആളാണിത് കേട്ടോ. അതായത് ഏറ്റവും അവസാനത്തെ ആള്. അങ്ങനെ ഞാൻ ക്യാമറ ഒന്ന് സെറ്റാക്കി വെച്ചു. ഭാഗ്യത്തിന് ഞാനിരിക്കുന്ന അവിടേക്ക് കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ തീരെ എനിക്കൊരു വെളിച്ചം കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇടാൻ വേണ്ടി പോണത്. അതായത് നിങ്ങളാരും കൊതി വിടരുത് പ്ലീസ്. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പുത്ര എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എൻ്റെ ഉമ്മ പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പല്ലിൽ ഈ കമ്പിട്ടതിന് ശേഷം എനിക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ വായൊക്കെ തുറക്കുമ്പോൾ എന്തോ ഒരു ചമ്മൽ പോലെയാണ്. കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. പക്ഷെ എനിക്കിങ്ങനെ എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെയാണ്. കാര്യം എൻ്റെ പല്ല് പൊന്തിയിട്ട് കിട്ടിയിട്ടുള്ളതല്ല, പല്ലിന് തീരെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് പല്ല് കയറി വരുന്നുണ്ട് സൈഡ് തിരിഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പല്ല് കെട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പൊത്തി പിടിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചി ഇതാ നിച്ചുവിന് ഫുഡ് വാരി കൊടുക്കുകയാണ്. ഉമ്മച്ചി എന്ന് വന്നാലും നിച്ചുവിന് ഫുഡ് ഉമ്മ വാരി കൊടുക്കണം, അതാണ് പോളിസി. നിച്ചുവിൻ്റെ ശരിക്കുള്ള പേര് വരുന്നത് ഹന്ന എന്നാണ് കേട്ടോ. അതായത് എൻ്റെ ഉമ്മയുടെ സിസ്റ്ററുടെ മൂത്ത മോള്. പിന്നെ വരുന്ന ആൾക്കാരെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബാക്കി, രണ്ടാമത്തെ നടുക്കഷ്ണൻ്റെ പേരാണ് ആഹിൽ. നമ്മൾ സച്ചു എന്ന് വിളിക്കും. ഇവനാണ് നമ്മുടെ മന്തി മാമയുടെ മൂത്ത മോനിട്ടാ. ഇവൻ നിഹാലാണ്. ഇവൻ അവൻ്റെ അനിയൻ ഷഹബാനാണ്. എല്ലാവർക്കും ഭയങ്കര നാണക്കാരാണ് കേട്ടോ. ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര നാണാണ്. ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് വേണം നമ്മളൊന്ന് നിർത്തിപ്പിക്കാനായിട്ടാ. കാര്യം നിർക്കാൻ ഇഷ്ടമാണ്, പക്ഷെങ്കിൽ ചമ്മലാണ് മെയിനായിട്ട്. അങ്ങനെ ഞാൻ നിഹാലിനെ പറഞ്ഞ് സെറ്റാക്കി പൊക്കി പിടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്ക് 3 പേരും നല്ലപോലെ ഒന്ന് അങ്ങോട്ട് പൊക്കിയപ്പോൾ 3 പേരും സ്ട്രൈറ്റ് ആയിട്ട് തിന്നു തുടങ്ങിയിട്ടാ. അപ്പോഴും നമ്മുടെ സച്ച് ഇവിടെ കണ്ണുകുത്തിയിട്ടും കാതുകുത്തിയിട്ടും ഒക്കെ ഇരിക്കുകയാണ്. കുറുമ്പൊന്നുമില്ല കേട്ടോ, സെറ്റാണ്, പിള്ളേരൊക്കെ സെറ്റാണ്. ഇവന് നമുക്ക് 5th തോന്നുന്നു പഠിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ദീദി ഞാൻ 5th എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ ഞാനും ഉമ്മാമയൊക്കെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയൂല്ലേ, സെൽഫ് ഇൻട്രോ നടത്തുകയാണ്. പക്ഷെ എനിക്കത് ഇവർ ലൈവായിട്ട് പറയണത് എനിക്ക് ഇടണം എന്നുണ്ട്. പക്ഷെ കുട്ടികൾ കാർട്ടൂൺസും അതും ഇതൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അത് വേണ്ടല്ലോ, എനിക്ക് ഇനിയും മെനക്കെടാൻ വയ്യ എഡിറ്റ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത കേട്ടോ. അപ്പം മാമ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. കാരണം I am Shahir Waliagar.
I have father, mother, and two sisters and three brothers 62 and years wife old, and but still look like young. yeah, I'm working in Saudi Arabia. That's it. പാവം മാമാര് നമ്മുടെ നിച്ചി ട്രോളാണ് 62 years എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആള് ചെറുപ്പാണ് കേട്ടോ, അത്ര പ്രായമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. നമ്മൾ ഇങ്ങനെ കസിൻസ് ഇടയ്ക്കൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നട്ടപ്പാറ വെയിലത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ നിഹാലിനെ അതുപോലെ തന്നെ നിച്ചുവിനെ നിർത്തിയേക്കാണ്. ഇതാണ് എൻ്റെ കുഞ്ഞുമാമ കേട്ടോ, ഏറ്റവും ലാസ്റ്റത്തെ മാമ. ഇതാണ് എൻ്റെ ഉമ്മച്ചി. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടീം ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ട് അപ്പം സ്റ്റെക്കാവും. ഫോട്ടോ എടുക്കാതിരിക്കുന്ന പോലെയാണ് എല്ലാറ്റിങ്ങളും ഇരിക്കുള്ളൂ. പക്ഷെ അവർക്കറിയാം അത് ഫോട്ടോ അല്ല വീഡിയോ ആണ് എടുക്കണമെന്ന്. രണ്ട് മാമിമാർ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അവരുടെ സെൽഫ് ഇൻട്രോ കൂടെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഒച്ചയും ബഹളവും കാരണം കൊണ്ടാണ് എനിക്കത് ആഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത് ാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. വന്നിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ ബഹളമയങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഫോട്ടോ എടുക്കണേൻ്റെ. അപ്പോൾ ചാച്ചിയും കുട്ടികളൊക്കെ പോവാനായി. അവർ വന്നിട്ട് അവർ മോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പോകാൻ ടൈം ആയപ്പോൾ അവർ പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ വാപ്പച്ചി വന്നു. വാപ്പച്ചിയും ലേറ്റ് കമ്മിങ് ആണ്. എന്താണാവോ പഞ്ച്വാലിറ്റി ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഇന്നത്തെ ദിവസം. കഴിഞ്ഞപ്പോൾ ഒരു 4 മണിക്കായിട്ട് 3 മണിക്കാണല്ലോ നമ്മൾ വന്നത്. 2:30 ടൈമിലാണല്ലോ വന്നത്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാൻ നേരം മാമി കോഫിയല്ല ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതെന്നുള്ളൂ. അല്ലെങ്കിൽ ഞാനങ്ങനെ ചായ കുടിക്കുന്ന ഒരാളല്ല, ഞാൻ എപ്പോഴും കോഫി കുടിക്കുന്ന ആളാണ് കേട്ടോ. മിൽക്ക് കോഫിയാണ് കുടിക്കുക. എനിക്ക് കട്ടൻ കാപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ചെറുപ്പം മുതലേ ഞാൻ കുടിച്ചിരുന്നില്ല. വല്ലപ്പോഴും റയറായിട്ട് കുടിച്ച്. പിന്നെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോസ് എടുക്കാനേ, അതായത് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ അവരെ വീഡിയോസൊക്കെ എടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മാമിയുടെ ചായ പരിപാടിയൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേനും അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഞാനല്ല പോണത്, മാമിയാണ് വെച്ച ചായയൊക്കെ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കാനല്ലേ അറിയൂ. ഇതൊക്കെ പിന്നെ ആര് ക്യാപ്ചർ ചെയ്യും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തെങ്ങും തടി പോലെ ഇങ്ങനെ നിൽക്കുന്നത്. ചായക്ക് സ്നാക്കായിട്ടുണ്ടായിരുന്നത് ചക്ക വറുത്തതും അതുപോലെ തന്നെ നമ്മുടെ കായ വറുത്തതുമായിരുന്നു കേട്ടോ. ചക്ക വറുത്തത് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കായ വറുത്തത് എനിക്ക് വലിയ താല്പര്യമില്ല, അങ്ങനെ തിന്നില്ല. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഏലക്കൊക്കെ ഉള്ള ചായ കാരണം കൊണ്ട് ചക്ക വറുത്തത് കണ്ടപ്പോൾ എനിക്ക് എന്തോ കുടിക്കാൻ പൂതി തോന്നി. ഇനി മാമാടെ കുറച്ച് എന്റർടൈൻമെന്റ്സ് കണ്ടാലോ. മലയാളത്തിൽ എന്താ പറയാ, ചക്ക വറുത്തത്, ഇംഗ്ലീഷില് അപ്പൊ കേട്ടില്ലേ, തീരുമാനമായി. അപ്പൊ ഇതാണ് ചക്ക വറുത്തതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഇട്ടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും പോവാൻ ടൈം ആയിട്ടാ. അപ്പൊ ഞാൻ എല്ലാവർക്കും ബായ് കൊടുത്തു. വീഡിയോ എടുക്കാനായിട്ട് ഇവരെ കൊണ്ട് 2, 3 വട്ടം ഒക്കെ ഇട്ടാ ഞാൻ ബായ് പറയിപ്പിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.